ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നമ്മുടെ തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലാട്ടാണ്. അതായത് ആ മണ്ണുത്തി NH ഉണ്ടല്ലോ, ആ ഡോൺ ബോസ്കോ സ്കൂളൊക്കെ ഇല്ലേ, ഹൈവേ NH. അവിടെ നിന്ന് ഒരു 1.25 കിലോമീറ്റർ അത്തടുത്താ. ബസ് റൂട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ ഇട്ടാ നമുക്ക് കാണാം. 4 സെൻറ്റ് സ്ഥലത്ത് 1350 സ്ക്വയർ ഫീറ്റിലെ കിഴക്കോട്ട് ദർശനമായിട്ട് വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി വീടിൻ്റെ ഈ ഫ്രണ്ട് സൈഡ് മതിൽ കെട്ടിൽ പണി മാത്രമാണ് അതിൽ ബാലൻസ് ഉള്ളൂ. ബാക്കി എല്ലാ വീടും വർക്കുകളും ഓൾറെഡി സെറ്റാണ്. അത് ടാറിനോടാട്ടാ, വീതി ടാറിനോട് തന്നെയാണ്. രണ്ട് ഭാഗത്തും ടാറിനോട് തന്നെയാണ് കളത്തിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 100-150 മീറ്റർ ആ ട്രെയിനിങ് കഴിഞ്ഞ് നമുക്ക് കാണാവുന്നുള്ളൂ കേട്ടോ. അടുത്തൊക്കെ ധാരാളം വീടുകളുള്ള ഒരു ഏരിയ എന്ന് പറയാം. നമുക്കിനി ഇതിലുള്ളത് പണി ബാക്കി വരുന്നത് ഫ്രണ്ട് സൈഡിൽ മതിൽ കെട്ടിലാണ് ഉണ്ടാകും. സ്ലൈഡിങ് നീളം കൂടി ഒരു സ്ലൈഡിങ് ഗേറ്റാണ് ഇതിൽ വയ്ക്കുക. അതുപോലെ ചെറിയൊരു സൈഡ് വിക്കറ്റ് ഗേറ്റും നമുക്ക് നടന്ന് കയറാൻ വിധത്തിൽ. ഇവിടെയൊക്കെ നമുക്ക് കട്ടയ്ക്ക് വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്ലാസ്സൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് തരും. റേറ്റോടൊക്കെ ആവാന്ന് വെച്ചാൽ വടക്ക് കിഴക്ക് മൂലയിൽ കിണറും ഉണ്ട് കേട്ടോ. എത്ര വലിയ പ്രളയം വന്നാലും വെള്ളം കയറില്ല. അതുപോലെ എത്ര വലിയ വേനൽക്കാലം വന്നാലും വെള്ളം വറ്റാത്തൊരു ഏരിയ എന്ന് പറയാം. നമുക്ക് കാണാം മുകൾ വശത്ത് തന്നെ വെള്ളം കയറി നിൽക്കുന്നുണ്ട്. അത്രയധികം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയാം. നീളം കൂടിയൊരു ഓപ്പൺ സിറ്റ് ഔട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗ്രാനൈറ്റൊക്കെ ബോർഡർ കൊടുത്തിട്ട് ഡബിൾ പാളി തേക്ക് കൂടുതലാണ് ഡബിൾ പാളി ഡോറ് കൊടുത്തിട്ടുള്ളത്. ഇത് കയറി വരുന്നൊരു ലിവിങ് ഹാളാണ്. വീതി ഒരു ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അവിടെ അടിപൊളി ഒരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. അവിടെ രണ്ട് സൈഡിലും വിൻഡോസും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പ്രൊഫൈൽ വർക്ക് ചെയ്തിട്ടുണ്ട്, കൺസീൽഡായിട്ടേ ബൾബുകളൊക്കെ ചെയ്തിട്ട്. ലിവിങ്ങിന് ഒരു ആർച്ചോട് കൂടിയിട്ട് നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അതേ മാറ്റിൻ്റെയിൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതേ വീഡിയോ ഇതിൽ തന്നെ അപ്പോക്സി വർക്കാണ് കുറച്ച് ബാലൻസ് ആയിട്ട് വരുന്നത് കേട്ടോ. ഉള്ളിൽ തന്നെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. മുകൾ വശത്ത് ഒരു ബെഡ്റൂം കേട്ടോ. ലിവിങ് ഹാളിൻ്റെ ഈ ഒരു സൈഡിലാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇതിൽ ഇത്തിരി ചെറിയൊരു ബെഡ്റൂം ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയാം. ഒരു 12-10 അല്ലെ 11-10 ഈ ബെഡ്റൂമിൻ്റെ അളവായി കൊടുത്തിരിക്കുന്നത്. കൺസീൽഡായിട്ട് LED ബൾബും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ല തരം കമ്പനിയുടെ മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടാണ്. നല്ല ഗ്യാരണ്ടിക്കുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അപ്പോക്സിക്ക് ചെയ്തിട്ടുള്ള വീതി വിട്ട് ടൈൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലോവർ വർക്ക് ചെയ്തിട്ടേ ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു സൈഡിലായിട്ട്. രണ്ടാമത്തെ ബെഡ്റൂം ഒരു 12 കൊടുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നീളം കൂടിയ ഒരു വലിയൊരു ബെഡ്റൂം തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഡ്രസ് യൂണിറ്റ് ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നമുക്ക് കാണാം ഓരോ ഭാഗങ്ങളിലൊക്കെ വാൾഡ്രോപ്സ് ഒരു വുഡ് ഡിസൈനിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കൺസീലായിട്ട് LED ബൾബ് മുകൾ വശത്ത് കൊടുത്തിട്ടുണ്ട്. ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോക്സിക്ക് ചെയ്തിട്ടേ ഇത് ഡൈനിങ് ഏരിയ ഉണ്ട്. ഡൈനിങ്ങിലും പ്രൊഫൈൽ വർക്കുകളൊക്കെ LED ബൾബൊക്കെ ധാരാളം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ഓപ്പൺ കിച്ചണാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ലൂവർ വർക്കൊക്കെ കൊടുത്തിട്ട് ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുണ്ട്. ഹാങ്ങിങ് ബൾബൊക്കെ കൊടുത്തിട്ടേ താഴെയും ധാരാളം കബോർഡ് വർക്ക് കൊടുത്തിട്ടെന്ന് പറയാം. ടേബിൾ ടോപ്പിൽ ഒരു ഗ്രാനൈറ്റ് ബോർഡറും കൊടുത്തിട്ടുണ്ട്. കൺസീൽഡായിട്ട് LED ബൾബ് കിച്ചണിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് വർക്ക് ഏരിയയിൽ കിടക്കുന്ന ഭാഗം അതേ മാറ്റീരിയലാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിൽ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഒരു സൈഡിൽ വാഷ് ഏരിയ, ഒരു സൈഡിൽ പ്രൊജക്ഷൻ പുറത്തേക്ക് നിൽക്കുന്ന വിധത്തിലാണ് ചെയ്തിട്ടുള്ള കേട്ടോ. സേഫ്റ്റി ഗ്രില്ലും സേഫ്റ്റി ഡോറും കൊടുത്തിട്ടുണ്ട്. 4 സെൻറ്റ് സ്ഥലത്ത് 1350 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിൻ്റെ കൂട്ടുമ്പോൾ ചോദിക്കുന്ന വില 57 ലക്ഷം രൂപ കേട്ടോ. വില നമുക്ക് സൈറ്റിൽ നെഗോഷിയേറ്റ് ചെയ്ത് ചോദിക്കാവുന്നുള്ളൂ. അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്കുകൾ ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും. തൃശ്ശൂർ ടൗണിലേക്ക് ഒരു 9 കിലോമീറ്ററും അതുപോലെ NH-ലേക്ക് ഒരു 1.5 കിലോമീറ്റർ, ബസ് റൂട്ടിലേക്ക് ഒരു 150 മീറ്റർ അത്ര അടുത്താന്ന് പറയാം. മുകൾ വശത്തെ ബെഡ്റൂം ആട്ടാ, മൂന്നാമത്തെ ബെഡ്റൂം. സ്പേഷ്യസ് ആയിട്ട് നല്ലൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഡ്രസ് യൂണിറ്റോട് കൂടിയ വാൾഡ്രോപ്സ് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കൺസീൽഡ് ആയിട്ട് LED ബൾബും കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 ബെഡ്റൂമും അറ്റാച്ച്ഡാന്ന് പറയാം. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് കിട്ടിയിട്ടുണ്ട്. വാഷേരിയോട് കൂടിയിട്ട് തന്നെ കിട്ടിയിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിൻ്റൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുറത്തേക്കുള്ള ഓപ്പൺ ബാൽക്കണിയാണ് കേട്ടോ. മുകൾ വശത്തെ നല്ല സ്പേഷ്യസ് ഉള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സൈഡിലേക്കും നമുക്കൊരു L ഷേപ്പിൽ പിടിക്കും കിടക്കാം. നല്ല വീതി കൂടിയ ഒരു ബാൽക്കണി തന്നെ കിട്ടിയിട്ടുണ്ടെന്ന് പറയാം. താഴത്തെ ഇനി ഇവിടെ കട്ട വിരിക്കുക, ആ ഗേറ്റ് വയ്ക്കുക, അത്രയേ ഉള്ളൂ പണിയിൽ ബാലൻസ്. അതൊക്കെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയാം. ഗേറ്റ് നാളെ മറ്റന്നാളാക്കിയിട്ട് അവർക്കും ഇവിടെ ഫിനിഷിംഗ് ആവുമെന്ന് പറയാം. ഇത് പുറത്തേക്ക് ഓപ്പൺ ടെറസാണ് കേട്ടോ. ഈ സൈഡിൽ ഒരു ഓപ്പൺ ടെറസ്. ഈ ഭാഗത്തൊക്കെ ഡ്രസ്സൊക്കെ ചെയ്താൽ വെച്ചാൽ നമുക്ക് വല്ല ഡ്രസ്സൊക്കെ തോരിടാനുള്ള ഭാഗങ്ങൾ സ്പേസ് ആയിട്ട് കിട്ടും. അല്ല ഫംഗ്ഷനൊക്കെ ചെറിയ വക പരിപാടികളൊക്കെ നമുക്ക് കൂടെ നടത്താമെന്ന് പറയാം. സ്പേസ് ഉണ്ട്.
ഈ ഒരു സൈഡിലായിട്ടാണ് ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റയർ ഒരു സൈഡിൽ ഒതുക്കി കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ ഓപ്പൺ ടെറസ് കേട്ടോ. ഇതിന് 2 ഓപ്പൺ ടെറസ് ഉണ്ടെന്ന് പറയാം, 2 സൈഡിലായിട്ട്. ഈ ഒരു സൈഡിലും ഓപ്പൺ ടെറസ് കിട്ടിയിട്ടുണ്ട്. വാഷിംഗ് മെഷീനിലെ പോയിട്ട് താഴെയുണ്ട് മുകളിലുണ്ട് കേട്ടോ. അതുപോലെ ലോൺ ആവശ്യമെങ്കിൽ വിവിധ തരം ബാങ്ക് ലോണുകൾ ഞങ്ങൾ തന്നെ തയ്യാറാക്കി തരും. വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ആ സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറുമായി ഒന്ന് ബന്ധപ്പെടുക. അതുപോലെ വീടിനെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി അടുത്തൊരു വീഡിയോസുമായി വരും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.